ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാനസ് സ്പൈസസ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതിക്കോട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെജിറ്റബിൾ ആൻഡ് ചിക്കൻ മാഞ്ചാവ് സൂപ്പാണ്. ഇതൊരു ചൈനീസ് സൂപ്പ് സ്റ്റാർട്ടറാണ്. നല്ല ടേസ്റ്റും ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കാം. നല്ലൊരു സൂപ്പ് നമുക്ക് ഡിന്നറിന് മുമ്പ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അങ്ങോട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഈ സൂപ്പ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സൂപ്പാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രിസ്പി ഫ്രൈഡ് നൂഡിൽസ് കിട്ടില്ലേ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ, അതും നല്ലൊരു രസമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. സ്ട്രേറ്റ് ടു ദ റെസിപ്പി. അപ്പോൾ ഇതിന് വേണ്ടി 150 അല്ലെങ്കിൽ 200 ഗ്രാം വരെയും ചിക്കൻ ബ്രസ്റ്റ് യൂസ് ചെയ്യാം. ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. കുറച്ച് വെള്ളത്തിൽ ഒരു സോസ് പാനിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് പാകത്തിന് ഇടാം. എന്നിട്ട് ഒരു 8-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് കുക്ക്ഡായിരിക്കും. കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ടേസ്റ്റ് പോകും. കട്ട് ചെയ്ത് നോക്കുമ്പോൾ പിങ്ക് കളർ കാണില്ല. ഇതിനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്ത് ഇതുപോലെ മാറ്റി വയ്ക്കാം. ആ സ്റ്റോക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ റെഡി. ഇനി വെജിറ്റബിൾസ് വളരെ കുറച്ച് മതി. ആദ്യമായിട്ട് വേണ്ടത് ബേബിക്കോൺ. ഈ റെസിപ്പിക്ക് വളരെ സൂപ്പറാണ് കേട്ടോ. 2 ബേബിക്കോൺ മതി. ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തത്. കിട്ടാനില്ലെങ്കിൽ വേറെ വല്ല വെജിറ്റബിൾസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി വേണ്ടത് 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് കാബേജ്. രണ്ടും ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കുന്നതാണ്. ഇനി സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഇലകൾ കുറച്ച് ചോപ്പ് ചെയ്തത് ഗാർണിഷിന് വേണ്ടിയും സൂപ്പിൻ്റെ അവസാനം ചേർക്കാനും വേണ്ടിയിട്ട് മാത്രം. ഇത്രേ ഉള്ളൂ ഐറ്റംസ്. പിന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തുടങ്ങാം. ഒരു ചീനച്ചട്ടി, അല്ലെങ്കിൽ ഞാനിവിടെ നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി ഇത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. കളർ ഒരുപാട് മാറുന്നതിന് മുമ്പ് തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ക്യാബേജും ബേബിക്കോണും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബേബിക്കോൺ ഈ റെസിപ്പിക്ക് വളരെ നല്ലതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു വൈറ്റ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ബേബിക്കോണോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇതിൽ വളരെ നല്ലതാണ്. കിട്ടാനില്ലെങ്കിൽ ഗ്രീൻ ബീൻസ് ആഡ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും വേറെ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്നോട് പറയണം കേട്ടോ. അപ്പോൾ ഇനി ആ ക്യാബേജും ബേബിക്കോണും കൂടി ചേർത്ത് 1 മിനിറ്റിൽ താഴെ ഒന്ന് സ്റ്റർ ഫ്രൈ ചെയ്താൽ മതി. ഒന്ന് ടെൻഡർ ആവാൻ വേണ്ടിയിട്ട് മാത്രം. കൂടുതൽ നേരം കുക്ക് ചെയ്ത് ഒരുപാട് സോഫ്റ്റായി കളയരുത് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്കിൻ്റെ ക്യൂബ് ചേർക്കാം. ഞാൻ വെജിറ്റബിൾ സ്റ്റോക്കിൻ്റെ ക്യൂബാണ് ചേർത്തത്. ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 6 കപ്പ് വെള്ളം ചേർക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ റിസർവ് ചെയ്ത് വെച്ചില്ലേ ചിക്കൻ കുക്ക് ചെയ്ത സ്റ്റോക്ക്, അതും ചേർക്കാം. അതും കൂടിയിട്ട് 6 കപ്പ് വെള്ളം. 240 മില്ലിയുടെ കപ്പാണ് ഉപയോഗിക്കുന്നത്. അതിൽ 6 കപ്പ് വെള്ളം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് സീസണിങ്ങിന് വേണ്ടി 2 ടീസ്പൂൺ ലൈറ്റ് സോയ് സോസ്. അപ്പോൾ നല്ലൊരു ഉപ്പും ഫ്ലേവറും ഒക്കെ കിട്ടും. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ സോയ് സോസും കുരുമുളകും ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. സോയ് സോസ് ചിലപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി സോയ് സോസ് ചേർത്ത് ടേസ്റ്റ് നോക്കിയിട്ട്, എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത സൊല്യൂഷൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതൊന്നും ആദ്യം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ. എന്നിട്ട് ഇതൊന്ന് സ്റ്റർ ചെയ്താൽ മതി. കുറച്ച് നേരം കഴിയുമ്പോൾ അത് കട്ടി വെക്കും സൂപ്പ്. ഈ സ്റ്റേജിൽ നമുക്ക് കുക്ക് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് കട്ടി വയ്ക്കാൻ ഉള്ള അത്ര താമസമുള്ളൂ. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ആ കോൺഫ്ലവർ സൊല്യൂഷൻ ആഡ് ചെയ്ത കാരണം ഇതൊന്ന് കട്ടി വെച്ച് ഈ ചൈനീസ് സൂപ്സിലൊക്കെ കാണുന്ന ആ ഒരു കൺസിസ്റ്റൻസി, ഒരു നല്ല സിൽക്കി ഒരു ലുക്ക് വരും അതിന് ഈ കോൺഫ്ലവർ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ. പാകത്തിന് കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് സെർവ് ചെയ്യാൻ റെഡിയാണ്. ഏറ്റവും അവസാനം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഇലകൾ ഇപ്പോൾ ചേർക്കാം. ബാക്കി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൂപ്പ് ബൗളിൽ ഇട്ട് കൊടുക്കുമ്പോൾ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ നമുക്ക് ഡ്രൈ നൂഡിൽസ് വേണം. ഇതിന് റൈസ് നൂഡിൽസും ഉപയോഗിക്കാം, എഗ് നൂഡിൽസും ഉപയോഗിക്കാം. ഏത് വേണമെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. വളരെ കുറച്ച് മതി ഓരോ ബോൾ സൂപ്പിൻ്റെ മുകളിൽ. കുറച്ച് ഫ്രൈ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ സെർവ് ചെയ്യണ സമയത്തേ ഇത് മുകളിൽ വെക്കാൻ പാടുള്ളൂ. കാരണം വേഗം ഇത് അതിലേക്ക് ഇങ്ങനെ സൂപ്പിലേക്ക് ഇങ്ങനെ അലിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് ഇടാനും പാടില്ല, കുറച്ച് ഇടാൻ പാടില്ല മുകളിൽ. അപ്പം തന്നെ ചൂടോടുകൂടി സെർവ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർക്ക്
വല്ല ഹോട്ട് സോസോ ഈ സോയ് സോസിലിട്ട പച്ചമുളകൊക്കെ കാണില്ലേ, അതുപോലെ വല്ലതൊക്കെ സെർവ് ചെയ്തിട്ട് ഒരു കോണ്ടിമെൻ്റായിട്ട് സൈഡിൽ വെക്കാം. പക്ഷേ ഈ സൂപ്പ് നല്ല സൂപ്പർ സൂപ്പാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എത്ര സിമ്പിളാണ്, 10 മിനിറ്റ് എടുത്തുള്ളൂ തോന്നുന്നു ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ ഫേവറായിരിക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.